നിലവിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് മുമ്പ് എവിക്റ്റായി പോയ എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഹൗസിലേക്ക് പുതിയ നാടകീയമായ രംഗങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നതും ആരംഭിക്കുന്നതും. ഇപ്പോൾ നിലവിൽ ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഷൈത്യയും അനുമോളും തമ്മിലുള്ള ചെറിയ ക്ലാഷസ് ആണ്. സംഭവം വേറൊന്നുമില്ല, പണ്ട് ഹൗസിലുണ്ടായിരുന്ന സമയത്ത് അനുമോളും ഷൈത്യയും തമ്മിലുള്ള ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യത്തിലാണ് ഷൈത്യ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ആ ഒരു പ്രശ്നം പറഞ്ഞു തുടങ്ങിയ സമയത്ത് തന്നെ അനുമോൾ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം ഷൈത്യ പറയുന്നുണ്ട്, ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യണം, പറഞ്ഞു തീർക്കണം, പുറത്തിറങ്ങിയത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു തുടങ്ങുകയും പിന്നീട് അനുമോളുമായി ഹൗസിലുണ്ടായിരുന്ന സമയത്തുള്ള എല്ലാ വിഷയങ്ങളെ പറ്റി ശൈത്യ വിളിച്ചു പറയുന്നുണ്ട്. പല കാര്യങ്ങളടക്കം അനുമോൾ ഹൗസിനകത്ത് പറഞ്ഞതെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്നും 16 ലക്ഷം രൂപ PR കൊടുത്തു എന്ന് പറഞ്ഞ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞത്. ഈയിടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് അനുമോൾ ഒരു കാർ എടുത്തിരുന്നു. ആ കാർ എടുത്തത് അടക്കം അനുമോൾ ഒരു ലോണും ഇല്ലാതെയാണ് ആ ഒരു കാർ എടുത്തതെന്നും അനുമോൾക്ക് നിറയെ പുരയിടങ്ങളുണ്ടെങ്കിൽ തന്നെ ആ ഒരു ലൈവിൽ ശൈത്യ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അനുമോൾ ഇതിനൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. ശൈത്യയുടെ കൂടി ഇരിക്കും ആദിലയും നൂറയും സരികയും ഒക്കെ തന്നെ പറയുന്നുണ്ട് അനുമോളോട്, ഈ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ വെച്ച് തന്നെ സംസാരിച്ച് തീർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരതിനൊന്നും തയ്യാറാവാതെ അനുമോൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നീട് സരിക അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് അനുമോൾ സരികയോട് പ്രതികരിക്കുന്നത്. ഇതേപ്പറ്റി എനിക്കിനി സംസാരിക്കാൻ താല്പര്യമില്ല, ആ ഒരു വിഷയം കഴിഞ്ഞതാണ്, ഇനിയും ഞാൻ ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ സരികയോട് പറയുന്നു. അതിനുശേഷം അവിടേക്ക് മുൻഷി രഞ്ജിത്ത് അടക്കമുള്ള ആൾക്കാർ അവരുടെ സൈഡിൽ അടുത്തേക്ക് അനുമോളുടെ അടുത്തേക്ക് വരികയാണ്. പിന്നീട് അവരെല്ലാവരും ചേർന്നൊരു സംസാരം നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ അനുമോളുടെ ഭാഗം ഇങ്ങനെ വെളുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്, അത് ഇങ്ങനെ അല്ല പറഞ്ഞത് എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് അനുമോൾ അവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും ആ സമയത്തേക്കാണ് അവിടേക്ക് നമ്മുടെ ശാരിക വരുന്നത്. ഇന്റർവ്യൂവർ ബ്ലോഗറൊക്കെ ആയിട്ടുള്ള ശാരിക വരുന്നത്. ശാരിക വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്, ഈ ഒരു ക്യൂട്ട്നെസ് മുഖം നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു ഇന്നസെൻസ് കാണിക്കുന്ന ഒരു മുഖം നന്നായിട്ടുണ്ട്, അത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും, ഉള്ളിലുള്ളതല്ല പുറത്ത് കാണിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ശാരിക പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ടാണ് കുക്കിംഗ് പഠിച്ചതെന്നും എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു നിമിഷം ശരിക പറയുന്നത്, ഈ അറിയില്ല എന്നൊക്കെ ഒരു പെൺകുട്ടി ഇവിടെ ഇരുന്ന് പറയുന്നതൊക്കെ തന്നെ എന്തോ വലിയൊരു സംഭവമായൊന്നും കരുതേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നുമല്ല സംഭവങ്ങളൊക്കെ. എന്തായാലും മുഖം മൂടി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് സരികയും ആ ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുമാറി പോകുന്നതാണ് നമ്മൾ ആ ഒരു വിഷ്വലിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നാടകീയമായ രംഗങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നുണ്ട്. ഒരു സൈഡിൽ റിയാലിറ്റി, ഒരു സൈഡിൽ നാടകീയത ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അപ്പുറത്ത് വേറൊരു സൈഡിൽ അപ്പാനിയും അക്ബറും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഷോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഗോവയിലേക്ക് പോകുന്ന ട്രിപ്പിനെ പറ്റിയൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു രംഗത്തേക്ക് അനീഷ് കടന്നു വരുന്നത്. അനീഷിനോടും ചോദിക്കുന്നുണ്ട്, അനീഷേട്ടാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഗോവയ്ക്ക് പോകുന്നുണ്ട്, അനീഷേട്ടനും കൂടെ കൂടുന്നുണ്ടോ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, പുള്ളിനിക്കർ ഇട്ടുകൊണ്ട് മാത്രമേ ഗോവയിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. മദാമയുടെ ഇടയിലേക്ക് പുള്ളിനിക്കറും ഇട്ട് നടന്നു പോകാൻ അനീഷേട്ടന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, നോക്കാം, ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രസകരമായ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും മറ്റിടത്ത് വേറെ നാടകീയതയും വേറൊരു സ്ഥലത്ത് റിയാലിറ്റിയും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ ബിഗ് ബോസ് ഹൗസിലെ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ കൂടുതൽ